ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ കുറച്ചധികം ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അതായത് ജോബില്ല, ഓഫാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്നേക്കുവാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോണേ. അപ്പോൾ സോന എന്നാണ് പേര് ഈ ഒരു സെറ്റപ്പിൻ്റെ. അപ്പോൾ ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ മോസ്കോയിൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു 4 മണിക്കൂറത്തേക്ക് ഞങ്ങൾ എടുത്തേക്കണേണ് ഈ പ്രോപ്പർട്ടി. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം മോസ്കോയിലുള്ളവർക്ക്. അപ്പോൾ നമുക്ക് നേരെ എന്താണ് സെറ്റപ്പ് എന്ന് കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടി. ഇത് ഏകദേശം നമ്മൾ എടുത്തേക്കുന്നത് വെറും 3 മണിക്കൂറത്തേക്കാണ്. ഓക്കെ, ഏകദേശം 3 മണിക്കൂറത്തേക്ക് ഈ പ്രോപ്പർട്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് വന്നേക്കുന്നത് 6000 റൂബിൾസാണ് വന്നേക്കുന്നത് കേട്ടോ. 3 മണിക്കൂറത്തേക്ക് ജസ്റ്റ് ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാനായിട്ട്. നമ്മൾ നേരെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് കണ്ടോ, നല്ല വലിയൊരു കിച്ചൺ സെറ്റപ്പും കാര്യങ്ങളും. ഓക്കെ, കിച്ചൺ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. നമുക്ക് ഗ്രില്ലടിക്കാനുള്ള സെറ്റപ്പ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഹോള്. ഏകദേശം ഒരു 10-15 പേർക്കൊക്കെ ചില്ല് ചെയ്യാൻ പറ്റും. ഹോള്, TV, AC കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കരോക്കെ, മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് താഴെ ഇനി അണ്ടർഗ്രൗണ്ടിൽ വേറെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് ഇത് കണ്ടോ, ഇത് ഒരു ടോയ്ലറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ജസ്റ്റ് വീടാന്ന്, വേറെ സെറ്റപ്പൊന്നും ഇല്ലെന്ന്. പക്ഷേ അണ്ടർഗ്രൗണ്ട്, ഇത് അടിയിലോട്ടാട്ടോ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഇനിയാണ് സെറ്റപ്പ് നിങ്ങൾ കാണാൻ പോകുന്നത്. വലിയത് ഒരു അക്യൂറി ഉണ്ട്, പക്ഷെ മീനില്ല. ഓക്കെ, അണ്ടർഗ്രൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആണ്. പൂള്, സ്വിമ്മിങ് പൂൾ. ഓക്കെ, ഏകദേശം അത്യാവശ്യം ടെമ്പറേച്ചർ ചൂടുണ്ടല്ലോ ഇവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇറങ്ങി നീന്താൻ പോവുകയാണ്. കറക്റ്റായിട്ട് നീന്താനൊന്നും അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വേറൊരു സെറ്റപ്പാണ്. ഇത് ഹീറ്റ്, അതായത് ചൂട് കിട്ടുന്ന മുറിയാണ് കേട്ടോ. അയാൾ ഇത് എത്ര ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നറിയാമോ? ആണല്ലോ, 110ലാണ് ലോക്ക് ചെയ്തേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. അതിനുശേഷം ഇതെന്താണ് സംഭവം? ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ബാന്യൻ. ഭയങ്കര ചൂടാണ്. നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇവിടെ വന്നിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചൂട് കൊള്ളാൻ വേണ്ടി, അതെ, ചൂട് കൊള്ളാൻ വേണ്ടി ഇതിനുള്ളിൽ കയറി ഇരിക്കുക. കുറച്ച് നേരം ചൂട് കൊണ്ട് വേർത്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലീഫാവും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ മോസ്കോയിലുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. പിന്നെ നമുക്ക് മേളിൽ കയറാം. മേളിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സെറ്റപ്പ്. മേളിൽ ഏകദേശം ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ, ഒരു ബാൽക്കണി. ഇത് ലേഡീസിൻ്റെ ടോയ്ലറ്റ് കേട്ടോ. ക്ലോസ്ഡ് ആണല്ലേ, ബാൽക്കണി ക്ലോസ്ഡ് ആണ്. കാണുന്ന പോലെ അല്ല കേട്ടോ, വീട് വൻ സെറ്റപ്പാണ് കേട്ടോ, വൻ സെറ്റപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നേരെ പൂളിൽ ചാടാൻ പോണേണ്. 3 മണിക്കൂർ, 7 മണി വരെ ഉണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ റഷ്യയിൽ. നിങ്ങളിതൊന്നും മിസ് ചെയ്യരുത്. അതായത് ഇതിൽ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, ഇതെന്താ ചെയ്യണ്ട? ഇവിടെ എന്തായാലും സേഫ് ആയിരിക്കുമല്ലേ? ഓക്കെ, എന്നാൽ ഇത് മൊത്തത്തിൽ ഞങ്ങൾ എടുത്താലോ സ്നാക്സ്? ഓക്കെ, നല്ല കാര്യം. കരോക്കെ ഒക്കെ ഉണ്ടല്ലേ? ഏത്? എന്നാ അതങ്ങനെ എടുക്കാം.
എടുക്കണല്ലോ. അത് ചാർജ് ചെയ്തിട്ടേക്കണേ, ചാർജിന് കുത്തിയിട്ടേക്കണേ. അതിൽ ഒരു മൈക്കിൽ ചാർജ് ഇല്ല, ഒരെണ്ണത്തിൽ ഫുൾ ചാർജാണ്. ലേസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടത്. വൻ സെറ്റപ്പാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ റഷ്യയിൽ വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്തവർ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. എല്ലാ ദിവസവും ജോലിക്കും പോയി വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയല്ല, ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം. എന്നാലാണ് നമുക്ക് റിലീഫും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അവിടെ വന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി നോക്കട്ടെ, ബാക്കി നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഇവിടെ ടൂറിസ്റ്റിന് ഒരു പാക്കേജ് പുതിയത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് ദുബായിൽ നിന്നൊക്കെ ടൂറിസ്റ്റായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അസിസ്റ്റ് ചെയ്യണേണ്. യൂസൊക്കെ അസിസ്റ്റ് ചെയ്യാം. ഇവിടെ വന്ന് ബാക്കി ഫുൾ ഫെസിലിറ്റീസിനും നമ്മൾ അസിസ്റ്റ് ചെയ്യാം. അതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ മോസ്കോയിൽ ആരെങ്കിലും അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ താമസിക്കുന്ന ലൊക്കേഷൻ തന്നാൽ അതിൻ്റെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഞങ്ങൾ ഫൈൻഡ് ചെയ്ത് തരാം. പിന്നെ മോസ്കോ റീജിയനിൽ ജോലി അന്വേഷിക്കുന്നവർ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം നമുക്കറിയാവുന്ന കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഏജൻറ്റുമാർക്ക് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അത് ഞാൻ ആദ്യമേ എടുത്ത് പറയാം. പിന്നെ സ്റ്റുഡൻസ് ഗ്രീൻ കാർഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ലെറ്റർ ഇതുണ്ടെന്നുണ്ടെങ്കിൽ 3000 to 3500 ശമ്പളമുള്ള ജോലിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതായത് പൂളിൽ സ്വിമ്മിംഗ് പൂളിൽ ഒരു 20 മിനിറ്റ് അരമണിക്കൂറോളം സ്വിമ്മിംഗ് പൂൾ കിട്ടും. അതിന് ശേഷം ഞാൻ നേരത്തെ ഒരു ചൂടുള്ള റൂം വന്നില്ല, അവിടെ പോയിട്ട് ഒരു 10 മിനിറ്റ് അവിടെ പോയിട്ട് ഇരിക്കുക. ആ ചൂട് മൊത്തം ദേഹത്ത് കയറിയതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങുക. നല്ലൊരു ഫീലാണ്. നമുക്ക് ബോഡിയിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീഫ് ആവും. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും, അതായത് റഷ്യയിൽ വരുന്നവരൊക്കെ ട്രൈ ചെയ്യേണ്ട ഒരു പരിപാടിയാണിത്. എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിൽ നല്ല അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ചൂടുണ്ട്. എത്ര ടെമ്പറേച്ചറാണെന്ന് എനിക്കറിയില്ല. ആൾ പറഞ്ഞത് 100 ടെമ്പറേച്ചറാണെന്നാണ്. പക്ഷേ അധികം തന്നെ 20 മിനിറ്റ് കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് മുന്നുള്ള സമയത്തിൽ ഇവിടെ ഇരിക്കുക, ബോഡിയിൽ ഫുള്ള് ചൂട് കയറ്റുക, ബോഡി ഉണങ്ങി വിയർക്കാൻ തുടങ്ങും. അതിന് ശേഷം നമ്മൾ പുറത്തുവിട്ട കാറ്റ് കൊള്ളുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. പൂളാണെങ്കിൽ തന്നെ ആ ഒരു ഭാഗത്ത് ഭയങ്കര താഴ്ച കൂടുതലും, ഈ ഒരു ഭാഗത്ത് നോർമലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഷോർട്സ് എടുക്കാൻ പറ്റിയില്ല, കാരണം മൊബൈൽ ചാർജ് ചെയ്ത് ഓഫായി പോയി. പിന്നെ അവിടെ ഫുൾ എൻജോയ്മെൻറ്റ് ചെയ്തു, ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ റഷ്യയിൽ ഈ ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അതുകൂടാതെ തന്നെ ജോബ് സ്റ്റുഡൻസിനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ വർക്ക് വിസയിലുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ നിലവിലും മിക്ക സ്ഥലത്തും ഫില്ലാണ് വേക്കൻസികൾ. പുതിയത് വരുമ്പോൾ എന്തായാലും ഞാൻ അറിയിക്കാം. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.